തോട്ടാശ്ശേരി ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാമകരണ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികരെ നമുക്ക് നാമകരണം ചെയ്തിരിക്കുന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ഓരോ നാമകരണത്തിനും ആ പേരുകൾ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാകും. അതിനൊരു ക്രമമുണ്ട്. നമുക്കിപ്പം രാമായണത്തിലെ ഒരു കഥാസന്ദർഭമായിട്ട് ഞാൻ ബന്ധപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതിൽ രാമൻ്റെ നാമകരണം, അത് വസിഷ്ഠൻ രാമൻ എന്നുള്ള പേര്, ശ്രീരാമൻ എന്നുള്ള ഒരു പേര് ചെറിയൊരു സിമ്പിൾ പേര്, പക്ഷെ അതിന് വൈദികമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രമേതി പ്രജാഹ രാമഹ, പ്രജകളെ രമിപ്പിക്കുന്നവൻ രാമൻ, അതാണ് അതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഞാൻ കൂടുതൽ മറ്റുള്ള അതിൻ്റെ വൈദിക വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാലും ഒരു ക്രമം ഉണ്ടായിരുന്നു. അത് നമ്മുടെ പൂർവികരുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരുകളെല്ലാം വന്നിടുന്നത്. ഇന്ന് നമുക്ക് നിർഭാഗ്യവശാൽ ഇതൊന്നും നടത്താത്ത ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. നെറ്റിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ന്യൂമറോളജി നോക്കി നമ്മുടെ പേര് സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. സാധാരണ ബ്രാഹ്മണ സമുദായത്തിൽ പണ്ടുള്ള ആചാരം എന്ന് പറഞ്ഞാൽ 16 ക്രിയകളാണ്. ഷോഡശ ക്രിയകളിൽ ഒരെണ്ണമാണ് ഈ പേരിടൽ എന്ന് പറയുന്നത്. അതിനൊരു ശ്ലോകം തന്നെ ഉണ്ട്: ആധാനം തനയസ്യ പുംസവവിധി സീമന്തജാതാഹ്വയോ നിഷ്ക്രാമോന്നവിധി ശുരോപനയനേ ത്രീണീ വ്രതാനി ക്രമാത് ഗോദാനഞ്ച സമാപനം വ്രതവിധേ പാണിഗ്രഹോ അഗ്നാഹുതി വിപ്രാതിർ വിഹിതാസുതോ നിഗദിത കാര്യക്രിയ ഷോഡശ ആണ് എൻ്റെ പ്രമാണം. അന്നേരം ആ ക്രിയകളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ ഒക്കെയുള്ളൂ. പേരിടലെന്ന് പറയുന്നത് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്ത്, ഇപ്പം ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ്റെ പേരായിരിക്കും ഇടേണ്ടത്. പക്ഷേ പല ക്രിസ്തീയ കുടുംബങ്ങളിലും ഇന്ന് ആ ഒരു ആചാരം തുടർന്ന് തന്നെ വരുന്നുണ്ട്. ഈവൻ ആ പള്ളിയിലെങ്കിലും വെച്ച് ആ ഒരു പേരിടുന്നുണ്ട്. അത് നല്ലൊരു കീഴ്വഴക്കമാണ്. കാരണം ഈ പേരിൻ്റെ ഉറവിടം നമ്മൾക്ക് കണ്ടെത്താൻ ഒക്കും, ആ തലമുറകളിലേക്ക് നമുക്ക് കണ്ടെത്താൻ ഒക്കും. ഇന്ന് ഈ ചെറിയ അണുകുടുംബങ്ങളായി മാറി അവസാനം ഒരു വിവാഹ വിഷയങ്ങളുമൊക്കെ ആയിട്ട് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അടുത്ത രക്തബന്ധമുള്ളവരുമായിട്ട് പോലും നമുക്ക് ബന്ധമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. കാര്യം തുടങ്ങിയത് എവിടെയാണെന്ന് അറിയാൻ വയ്യ, അവിടെ നിന്ന് പോരുകയാണ്. പലരും ജീവിതമാർഗമായിട്ട് പലയിടത്തും പോവും. അവസാനം ഒടുവിൽ സ്വന്തം അത് അനുഭവത്തിൽ വന്നു കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ബ്ലഡ് പരിശോധിച്ച് കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ വ്യവസ്ഥകൾ, ഇതിൻ്റെ ദോഷങ്ങൾ നമ്മളിതിന് മനസ്സിലാകുന്നത്. അന്നേരം ഈ പേരിടലിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നടത്തി വരുന്ന കുടുംബങ്ങൾ ഇന്നുമുണ്ട്, അത് ക്രിസ്തീയ കുടുംബങ്ങളിലുമുണ്ട്. അങ്ങനെ തന്നെ അത് വേണം. മറ്റു ബാഹ്യമായിട്ടുള്ള പേരുകൾ സ്വീകരിച്ചോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കുടുംബത്തിന് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളുടെ, നമ്മുടേത് കഴിഞ്ഞു, നമ്മുടെ തലമുറയ്ക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അത് നടപ്പാക്കാൻ അവരിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അത്ര നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം.